ഡൽഹി മദ്യനയ അഴിമതി കേസിൽ സിബിഐയുടെ കസ്റ്റഡി അപേക്ഷയിൽ വാദം പൂർത്തിയായി. വൈകിട്ട് 4:30-ന് ഡൽഹി റോസ് അവന്യൂ കോടതി വിധി പറയും. വിശദാംശങ്ങളുമായി ചേരുന്നത് ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, പാർട്ടിയും താനും നിരപരാധികളാണെന്നാണല്ലോ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വാദം. കെജ്രിവാളിന്റെ അറസ്റ്റും കസ്റ്റഡിയും അനിവാര്യമാണെന്ന് സിബിഐയും ആവർത്തിക്കുമ്പോൾ കോടതി വിധി വരാനിരിക്കെ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇത്രയും സമയം കോടതിയിൽ നടപടികൾ പൂർത്തിയായത്? ക്രിസ്റ്റിന, സിബിഐ മദ്യനയ അഴിമതി കേസിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് കസ്റ്റഡി വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചത്. അത് ഈ കേസിന്റെ ഈ ഒരു അവസാന ഘട്ടത്തിൽ അത് നിർണായകമാണ്, അത് അനിവാര്യമാണ് എന്നുള്ള കാരണമാണ് സിബിഐ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ മുകുന്ദ റെഡ്ഡിയോട് പാർട്ടിക്ക് വേണ്ടി സംഭാവന നൽകാൻ കേജ്രിവാൾ ആവശ്യപ്പെട്ടുവെന്നും ഒപ്പം തന്നെ സിസോദിയുടെ മേൽ പഴിചാരി കേജ്രിവാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നുള്ള വാദമായിരുന്നു സിബിഐ നിരത്തിയത്. എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു കേജ്രിവാളിന്റെ അഭിഭാഷകൻ വാദിച്ചത്. അതായത് നിയമ നടപടികൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് അദ്ദേഹം ഉയർത്തുകയുണ്ടായി. ഒടുവിൽ കേജ്രിവാൾ തന്നെ ആ കേസ് നേരിട്ട് വാദിക്കുന്ന, അല്ലെങ്കിൽ ഈ സിബിഐക്കെതിരെ നേരിട്ട് വാദിക്കുന്ന ഒരു സ്ഥിതി കോടതി മുറിക്കുള്ളിൽ ഉണ്ടായി. അതായത് കേസിൽ മനീഷ് സിസോദിയ കുറ്റക്കാരനാണെന്ന് താൻ മൊഴി നൽകിയിട്ടില്ല, സിസോദിയും താനും പാർട്ടിയും നിരപരാധികളാണ് എന്നുള്ളതാണ് കേജ്രിവാൾ നിരത്തിയ വാദം. സിബിഐയുടെ ആരോപണങ്ങൾ നുണയാണ്. ഈ ഹെഡ്ലൈൻ വരാൻ വേണ്ടി തന്നെ ഇകഴ്ത്തിക്കാട്ടുവാൻ സിബിഐ പല മീഡിയകൾക്കും തെറ്റായ വാർത്തകൾ നൽകുന്നു എന്നുകൂടി അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. അതേസമയത്ത് സിസോദിയക്കെതിരെ താൻ പഴിചാരി എന്നുള്ള കേജ്രിവാളിന്റെ വാദം അത് കോടതി ശരിവെച്ചു. അതായത് അങ്ങനെ ഒന്നും സിസോദിയക്കെതിരെ പറഞ്ഞിട്ടില്ല എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും നീണ്ട നേരത്തെ ഒരു വാദം കേജ്രിവാൾ നേരിട്ട് വാദങ്ങൾ ഉന്നയിച്ചു. വീണ്ടും 4:30-ക്കാണ് ഇപ്പോൾ വിധി പറയാനായി മാറ്റിയിരിക്കുന്നത്. ക്രിസ്റ്റിന, ശരി. കോടതിയിൽ സ്വയം വാദിച്ച് അരവിന്ദ് കെജ്രിവാൾ. കൂടുതൽ വിശദാംശങ്ങൾ 4:30-ന് അറിയാം. വിവരങ്ങൾ നൽകിയത് ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന്.